മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നെറ്റ്, സെറ്റ്, HST എന്നീ തുടങ്ങിയ പരീക്ഷകളിൽ ആവർത്തിച്ചു വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങളെ അതിശക്തമായി തന്നെ ആത്മാർത്ഥമായി തന്നെ പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങിയോ എന്നുള്ള ചോദ്യം ഇനി ആവർത്തിക്കില്ല. ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഇനിയും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, EP രാജഗോപാലനും N ശശിധരനും ചേർന്നെഴുതിയ കേളു ഏത് ചരിത്ര വ്യക്തിത്വത്തെയാണ് കേന്ദ്ര കഥാപാത്രമാക്കിയത്? EP രാജഗോപാലനും N ശശിധരനും ചേർന്നെഴുതിയ കേളു ഏത് ചരിത്ര വ്യക്തിത്വത്തെയാണ് കേന്ദ്ര കഥാപാത്രമാക്കിയത്? K കേളപ്പൻ, MK കേളു, വിദ്വാൻ P കേളു നായർ, കേളു ശാസ്ത്രി. K കേളപ്പൻ, MK കേളു, വിദ്വാൻ P കേളു നായർ, കേളു ശാസ്ത്രി. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? വിദ്വാൻ P കേളു നായരാണ് ശരിയായിട്ടുള്ള ഉത്തരം. വിദ്വാൻ P കേളു നായരെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? വിദ്വാൻ P കേളു നായർ അറിയപ്പെടുന്ന നവോത്ഥാന നായകനും സ്വാതന്ത്ര്യ സമര സേനാനിയും സംഗീത നാടകകൃത്തുമാണ്. അദ്ദേഹം കാസർഗോഡ് ജില്ലയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത് കബീർദാസ ചരിതം, പാതുക പട്ടാഭിഷേകം, കാക്കനാർ ചരിതം. ഏതൊക്കെയാണ്? കബീർദാസ് ചരിതം, കാക്കനാർ ചരിതം, പാതുക പട്ടാഭിഷേകം. ഇത് മലയാളത്തിലെ മറ്റുള്ള സംഗീത നാടകങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സംഗീത നാടകങ്ങളാണ്. എന്താണ് സംഗീത നാടകത്തിന്റെ പ്രത്യേകത? തമിഴ് അനുകരണമാണ് മലയാളത്തിലെ സംഗീത നാടകങ്ങൾ എന്ന് പറയുന്നത്. തമിഴ് സംഗീത നാടകങ്ങളെ അതുപോലെ അനുകരിച്ചിട്ടാണ് മലയാളത്തിലെ സംഗീത നാടകങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ ഇതിന് നാടകത്തിന്റെ ഘടകങ്ങൾക്കല്ല പ്രാധാന്യം, മറിച്ച് സംഗീതത്തിനാണ് പ്രാധാന്യം. നാടക ഭംഗിക്കല്ല, സംഗീത ഭംഗിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നാടകങ്ങളാണ് സംഗീത നാടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ സംഗീത നാടകങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ ശക്തമായിട്ടുള്ള ആശയങ്ങൾ അവതരിപ്പിച്ച നാടകങ്ങളാണ് വിദ്വാൻ P കേളു നായരുടെ നാടകങ്ങൾ എന്ന് പറയുന്നത്. ഇതിലെ സ്മരിപ്പിൻ ഭാരതീയരെ, നമിപ്പിൻ മാതൃഭൂമിയെ, മുലപ്പാൽ തന്നൊരമ്മയെ, എന്നാളും ഹ മറക്കാമോ എന്ന വരികള്, ഈ വരികള് കബീർദാസ് ചരിതം എന്ന് പറയുന്ന ഒരു നാടകത്തിലേതാണ്. അപ്പൊ ഈ ഒരു വരികൾ തന്നിട്ട് താഴെ തന്നിരിക്കുന്ന വരികൾ ഏത് നാടകത്തിലേതാണെന്ന് തിരിച്ചറിയുക എന്നീ മട്ടില് ചോദ്യങ്ങള് നെറ്റ് പരീക്ഷക്കൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ കാക്കനാർ ചരിതം, പാതുക പട്ടാഭിഷേകം എന്നീ നാടകങ്ങളുടെ പേരുകളും തന്നിട്ട് ഇത് ആരുടെ രചനയാണ് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങള് മനസ്സിലാക്കുക, കബീർദാസ് ചരിതം, പാതുക പട്ടാഭിഷേകം, അതേപോലെ തന്നെ കാക്കനാർ ചരിതം എന്നീ നാടകങ്ങള് വിദ്വാൻ P കേളു നായരുടെ നാടകങ്ങളാണ്. 1998 കേളു എന്ന് പറയുന്ന നാടകം EP രാജഗോപാലനും N ശശിധരനും ചേർന്ന് എഴുതിയിരിക്കുന്നത്. വിദ്വാൻ P കേളു നായരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് N ശശിധരനും EP രാജഗോപാലനും കേളു എന്ന് പറയുന്ന നാടകം എഴുതിയിരിക്കുന്നത്. 1998. ഒന്നും കൂടി ഓർമ്മയിൽ വെക്കുക. കാക്കനാർ ചരിതം, കബീർദാസ് ചരിതം, പാതുക പട്ടാഭിഷേകം വിദ്വാൻ P കേളു നായരുടെ പ്രധാനപ്പെട്ട സംഗീത നാടകങ്ങളാണ്. വിദ്വാൻ P കേളു നായരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി N ശശിധരനും EP രാജഗോപാലനും ചേർന്നെഴുതിയ നാടകമാണ് കേളു. 1998 ഇത് രചിച്ചിരിക്കുന്നത്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം, മറിയാമ്മ നാടകം പുറത്തു വന്ന വർഷം? 1878, 1879, 1997, 1993. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? മറിയാമ്മ നാടകം പുറത്തു വന്ന വർഷം ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് 1878, 1879, 1997, 1903.
ഏതാ ശരിയായിട്ടുള്ള ഉത്തരം? ഉത്തരം 1903. ആരാണ് മറിയാമ്മ നാടകം രചിച്ചിരിക്കുന്നത്? കൊച്ചിപ്പൻ തരകനാണ് അല്ലെ. ഇതിന് ആരാണ് അവതാരിക എഴുതിയിരിക്കുന്നത്? സി അന്തപ്പായി. ആരാണ്? സി അന്തപ്പായി ആണ് മറിയാമ്മ നാടകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അന്നത്തെ കാലത്തെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയിട്ട് അമ്മായിയമ്മ പോരും ക്രിസ്തീയ സമുദായത്തിലുള്ള മറ്റ് സംസ്കാരത്തെ കുറിച്ച് അല്ലെങ്കിൽ അതിനെയൊക്കെ വിമർശിക്കുന്ന രീതിയിലുള്ള ഒരു നാടകമാണ് മറിയാമ്മ നാടകം എന്ന് പറയുന്നത്. അപ്പനില്ല പുനരമ്മയില്ലെനിക്കിപ്പോഴില്ല തുണ പാരിലാരുമേ, മൽപ്രിയന്റെ ചരണങ്ങളാകുമീ കൽപ്പവല്ലികൾ ഒഴിഞ്ഞു ദൈവമേ എന്ന വരികൾ മറിയാമ്മ നാടകത്തിലേതാണ്. അപ്പം ഓർത്തു വെക്കുക, അപ്പനില്ല പുനരമ്മയില്ലെനിക്കിപ്പോഴില്ല തുണ പാരിലാരുമേ എന്നീ വരികൾ തന്നിട്ട് ഇത് ഏത് നാടകത്തിലേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് തീർച്ചയായും നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? മറിയാമ്മ നാടകം. നേരത്തെ പറഞ്ഞു അമ്മായിയമ്മ പോരാണ് പ്രധാന വിഷയമായിട്ട് മറിയാമ്മ നാടകത്തില് വരുന്നതെന്ന്. ഉപ്പിൽ കിടന്ന പഴമാങ്ങയെടുത്ത് നാത്തൂൻ അപ്പൻ കിടന്ന മുറി തന്നിൽ ഒളിച്ചു വെച്ച് തപ്പിപ്പിറക്കിയെന്ന് അത് തിന്നവളെന്ന് വന്നേൻ ചെപ്പിൽ കിടന്നുടനെ 2 അടി തന്നിതമ്മ. അന്നത്തെ കാലത്തും സ്ത്രീകൾ അനുഭവിക്കുന്ന ആ ഒരു പീഡനത്തെ കുറിച്ചിട്ടും ഒക്കെയാണ് ഇതില് പറയുന്നത് അല്ലെ. ഈ വരികള് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവും അല്ലെ. അപ്പൊ ഇതും ഏത് നാടകത്തിലേതാണ്? മറിയാമ്മ നാടകത്തിലെ വരികളാണ്. മറിയാമ്മ നാടകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് സി അന്തപ്പായി ആണെന്ന് നമ്മള് നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. മറിയാമ്മ നാടകത്തെ കുറിച്ച് അതിശക്തമായി വിമർശിച്ച നിരൂപണം ചെയ്ത പണ്ഡിതനാരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അദ്ദേഹം അതിശക്തമായിട്ട് തന്നെ നിർദാക്ഷിണ്യപൂർവം ഏതിനെ വിമർശിച്ചിട്ടുണ്ട്? മറിയാമ്മ നാടകത്തെ വിമർശിച്ചിട്ടുണ്ട്. എന്താണ് അദ്ദേഹം മറിയാമ്മ നാടകത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. മലയാള ഭാഷയിലെ അനേകം വിലക്ഷണങ്ങളായിട്ടുള്ള നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മറിയാമ്മയോളം ആഭാസപൂർണമായിട്ടുള്ള ഒരു നാടകം ഉണ്ടായിട്ടില്ല എന്നാണ് സ്വദേശാഭിമാനി മറിയാമ്മ നാടകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മലയാള സാഹിത്യത്തില് അനേകം വിലക്ഷണങ്ങളായിട്ടുള്ള നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മറിയാമ്മയോളം പോന്ന വഷളത്തരവും ആഭാസവുമായിട്ടുള്ള ഒരു നാടകം ഉണ്ടായിട്ടില്ല. അതാണ് സ്വദേശാഭിമാനിയുടെ മറിയാമ്മ നാടകത്തെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു അഭിപ്രായം നമുക്ക് നോക്കാം. ചീത്ത പുസ്തകങ്ങളെ കമ്പനി വള്ളങ്ങളായും അത് എഴുതിയവരെ കമ്പനി വള്ളക്കാരായും അതേപോലെ അതിന് അവതാരികയോ പ്രശംസയോ എഴുതിയവരെ ദല്ലാളന്മാരുമായി കാണാവുന്നതാണെന്ന് സ്വദേശാഭിമാനി വിമർശിച്ചിട്ടുണ്ട്. ആരാ അവതാരിക എഴുതിയിരിക്കുന്നത്? സി അന്തപ്പായി. ആരാണ് മറിയാമ്മ നാടകം രചിച്ചിരിക്കുന്നത്? ആരാണ്? കൊച്ചിപ്പൻ തരകൻ. അപ്പൊ വിമർശനം എന്തായിരുന്നു? നാടകത്തിനെ എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? കമ്പനി വള്ളങ്ങളായും അത് എഴുതിയവർ എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? വള്ളക്കാരായും അതിന് അവതാരികയോ പ്രശംസയോ എഴുതിയവർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദല്ലാളന്മാരുമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വളരെ നിർദാക്ഷിണ്യപൂർവം മറിയാമ്മ നാടകത്തെ വിമർശിച്ചിരിക്കുന്നത് സ്വദേശാഭിമാനിയാണെന്ന് മനസ്സിലാക്കുക. പരിഷ്കാര ഭ്രാന്ത്, പിതൃഭക്തി, ലുപ്തന്റെ വീട് എന്നീ 3 നാടകങ്ങളും ആര് തന്നെയാണ് രചിച്ചിരിക്കുന്നത്? കൊച്ചിപ്പൻ തരകൻ തന്നെയാണ് രചിച്ചിരിക്കുന്നത്. ഓർത്തു വെക്കുക, പരിഷ്കാര ഭ്രാന്ത്, പിതൃഭക്തി, ലുപ്തന്റെ വീട് തുടങ്ങിയ 3 നാടകങ്ങളും രചിച്ചിരിക്കുന്നത് ആരാണ്? കൊച്ചിപ്പൻ തരകൻ തന്നെയാണ്. മറിയാമ്മ നാടകം, പരിഷ്കാര ഭ്രാന്ത്, പിതൃഭക്തി, ലുപ്തന്റെ വീട് തുടങ്ങിയ നാടകങ്ങളുടെ രചയിതാവ് കൊച്ചിപ്പൻ തരകനാണ്. അപ്പൊ മറിയാമ്മ നാടകത്തെ കുറിച്ച് വളരെ വിശദമായി തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ നമുക്കിനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ശരി? നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയുടെ 2ാം ഭാഗമാണ് സിവിക് ചന്ദ്രന്റെ നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയുടെ 2ാം ഭാഗമാണ് സിവിക് ചന്ദ്രന്റെ നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി. അവനവൻ കടമ്പയുടെ 2ാം ഭാഗമാണ് ദൈവത്താർ. അവനവൻ കടമ്പയുടെ 2ാം ഭാഗമാണ് ദൈവത്താർ. അശ്വമേധത്തിന്റെ 2ാം ഭാഗമാണ് ശരശയ്യ.
അശ്വമേധത്തിന്റെ രണ്ടാം ഭാഗമാണ് ശരശയ്യ. അതുപോലെ പാട്ടബാക്കിയുടെ രണ്ടാം ഭാഗമാണ് കൂട്ടുകൃഷി. പാട്ടബാക്കിയുടെ രണ്ടാം ഭാഗമാണ് കൂട്ടുകൃഷി. അപ്പൊ ഈ തന്നിരിക്കുന്നതില് ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതാ ശരിയായിട്ടുള്ളത്? ഇത് ഏതാ ശരിയായിട്ടുള്ളതെന്ന് അറിയണമെങ്കിൽ നമ്മള് ഈ പറഞ്ഞ നാടകങ്ങളെ കുറിച്ച് നല്ല ധാരണ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെ കുറിച്ചും നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെ കുറിച്ചും അവനവൻ കടമ്പയെ കുറിച്ചും ദൈവത്താറിനെ കുറിച്ചും അശ്വമേധത്തെ കുറിച്ചും ശരശയ്യയെ കുറിച്ചും പാട്ടബാക്കിയെ കുറിച്ചും അതേപോലെ കൂട്ടുകൃഷി എന്ന് പറയുന്ന നാടകത്തെ കുറിച്ചും നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഏതാണ് ശരി എന്ന് നമുക്ക് തിരിച്ചറിയാനും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനും കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ നാടകത്തെ കുറിച്ചും ഈ ചോദ്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഓരോ നാടകത്തെ കുറിച്ചും പറഞ്ഞു പഠിച്ച് പോകാം. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകത്തെ കുറിച്ച് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി KPSCയുടെ രണ്ടാമത്തെ നാടകമാണ്. അങ്ങനെയാണെങ്കിൽ KPSCയുടെ ആദ്യത്തെ നാടകം ഏതാണ്? എന്റെ മകനാണ് ശരി. എന്റെ മകനാണ് ശരി എന്നുള്ളതാണ് KPSCയുടെ ആദ്യത്തെ നാടകം. അതേപോലെ തന്നെ 1952 ഡിസംബർ 6 പ്രദർശിപ്പിക്കപ്പെട്ട നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയാണ് KPSCയുടെ രണ്ടാമത്തെ നാടകം എന്ന് പറയുന്നത്. 1952 ഡിസംബർ 6 പ്രദർശിപ്പിക്കപ്പെട്ട നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയാണ് KPSCയുടെ രണ്ടാമത്തെ നാടകം. ആദ്യത്തെ നാടകം എന്റെ മകനാണ് ശരി. മനസ്സിലായല്ലോ? ഇപ്പൊ നമുക്ക് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെ കുറിച്ച് കുറച്ചും കൂടി ഒന്ന് വിശദമായിട്ട് നോക്കാം. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകം ആരാണ് രചിച്ചത്? തോപ്പിൽ ഭാസി. തോപ്പിൽ ഭാസി സോമൻ എന്ന് പറയുന്ന തൂലികാ നാമത്തിൽ എഴുതിയ നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകം 10,000-ലധികം വേദികളിൽ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 10,000-ലധികം വേദികളിൽ പ്രദർശിപ്പിക്കപ്പെട്ട നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. ആരാണ് രചിച്ചിരിക്കുന്നത്? തോപ്പിൽ ഭാസി. ഏത് പേരിലാണ് രചിച്ചിരിക്കുന്നത്? സോമൻ എന്നുള്ള തൂലികാ നാമത്തിലാണ് രചിച്ചിരിക്കുന്നത്. ഗോപാലൻ, പരമപിള്ള, കേശവപിള്ള, മാല എന്നിവരാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയുടെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഗോപാലൻ, പരമപിള്ള, കേശവപിള്ള, മാല എന്നിവരാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയുടെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് ആരാണ്? ONV കുറുപ്പ്. ONV കുറുപ്പാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകത്തിന്റെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് G. ദേവരാജനാണ്. G. ദേവരാജനാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയുടെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി KPSCയുടെ രണ്ടാമത്തെ നാടകം, അതേപോലെ തന്നെ KPSCയുടെ ആദ്യത്തെ നാടകം എന്റെ മകനാണ് ശരി. പിന്നെ KPSCയുടെ രണ്ടാമത്തെ നാടകമായ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി 1950 ഡിസംബർ 6 ആണ് ആദ്യമായിട്ട് പ്രദർശനത്തിന് എത്തുന്നത്. 10,000-ലധികം വേദികളിൽ പ്രദർശിപ്പിക്കപ്പെട്ട നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്നത്. തോപ്പിൽ ഭാസി സോമൻ എന്നുള്ള തൂലികാ നാമത്തിലാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന നാടകം രചിച്ചിരിക്കുന്നത്. ഇത്രയോ കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇത് കൂടാതെ വേറൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞല്ലേ, ഏതാണത്? കഥാപാത്രങ്ങളുടെ പേരുകൾ. മാല, കേശവപിള്ള, പരമപിള്ള തുടങ്ങിയ പേരുകളും നിങ്ങൾ ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് ONV ആണെന്നും കൂടി ഓർമ്മിക്കുക. അപ്പൊ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെ കുറിച്ച് അത്യാവശ്യം വിശദമായി തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ആ ഒരു ചോദ്യത്തിൽ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ നാടകം ഏതാണ്? നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി? നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി? ആരാണ് നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകത്തിന്റെ കർത്താവ്? സിവിക് ചന്ദ്രൻ. സിവിക് ചന്ദ്രനാണ് നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകം രചിച്ചിരിക്കുന്നത്. ഈ നാടകത്തിന്റെ പേരും ഇതാരാണ് രചിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ചേരുംപടി ചേർക്കാൻ വേണ്ടി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ളതും നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള രണ്ട് നാടകങ്ങളും മറ്റുള്ള നാടകങ്ങളും ഒക്കെ വെച്ചിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം
ഈ നാടകങ്ങൾ ആരൊക്കെയാണ് രചിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായി പഠിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കണം. സിവിക് ചന്ദ്രന്റെ പ്രധാനപ്പെട്ട നാടകങ്ങളാണ് കുരിശ് യുദ്ധം, തുടങ്ങുന്നവർ, താമ്രപത്രങ്ങൾ. കുരിശ് യുദ്ധം, തുടങ്ങുന്നവർ, താമ്രപത്രങ്ങൾ എന്നീ നാടകങ്ങൾ ആരുടേതാണ്? സിവിക് ചന്ദ്രന്റേതാണ്. അതില് പ്രധാനപ്പെട്ട മറ്റൊരു നാടകമാണ് നമ്മളിപ്പോ പറഞ്ഞത് നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി. ഇത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയുടെ തുടർച്ചയാണോ? അല്ല, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയുടെ തുടർച്ചയല്ല നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി, മറിച്ച് ഇതൊരു പ്രതിനാടകമാണ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകത്തിന്റെ പ്രതിനാടകമാണ് ഇതെന്ന് പറയുന്നത് നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്നത്. ഇനി ഓപ്ഷനിലെ അടുത്ത നാടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലെ. അശ്വമേധത്തിന്റെ രണ്ടാം ഭാഗമാണ് ശരശയ്യ. ആരാണ് അശ്വമേധം രചിച്ചിരിക്കുന്നത്? അശ്വമേധം എന്ന് പറയുന്ന നാടകത്തിന്റെ കർത്താവ് ആര് തന്നെയാണ്? നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എഴുതിയ തോപ്പിൽ ഭാസി തന്നെയാണ്. അപ്പൊ ശരശയ്യയോ? ശരശയ്യയും ആരുടെ നാടകം തന്നെയാണ്? തോപ്പിൽ ഭാസിയുടെ നാടകം തന്നെയാണ് ശരശയ്യയും. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത് നമ്മളിതാ ഉത്തരത്തിലേക്കാണ് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. അശ്വമേധം എന്ന് പറയുന്ന നാടകത്തിന്റെ രണ്ടാം ഭാഗമാണ് ശരശയ്യ എന്ന് പറയുന്ന നാടകം. ഏതാണ്? അശ്വമേധം എന്ന് പറയുന്ന തോപ്പിൽ ഭാസിയുടെ നാടകത്തിന്റെ രണ്ടാം ഭാഗമാണ് ശരശയ്യ എന്ന് പറയുന്ന നാടകം. ഇനി ഓപ്ഷനിൽ ഏതും കൂടി ബാക്കിയുണ്ട്? പാട്ടബാക്കിയും കൂട്ടുകൃഷിയും കൂടി ബാക്കിയുണ്ട് അല്ലെ. 1937 കർഷക സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട നാടകമാണ് പാട്ടബാക്കി എന്ന് പറയുന്ന നാടകം. കെ ദാമോദരനാണ് പാട്ടബാക്കി എന്ന് പറയുന്ന നാടകം രചിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഓപ്ഷനിലെ ഒരു നാടകത്തിന്റെ പേരും കൂടി കൊടുത്തിട്ടുണ്ട് അല്ലെ. ഏതാണ് ആ നാടകം? കൂട്ടുകൃഷി. ആരാണ് കൂട്ടുകൃഷി എഴുതിയിരിക്കുന്നത്? ഇടശ്ശേരി. ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി എന്നുള്ള നാടകം. അത് പാട്ടബാക്കിയുടെ രണ്ടാം ഭാഗമാണോ? അല്ല. അപ്പം മനസ്സിലാക്കുക, അശ്വമേധം എന്ന് പറയുന്ന നാടകമാണ് ശരശയ്യ എന്ന് പറയുന്ന നാടകത്തിന്റെ ആദ്യ ഭാഗം. അശ്വമേധത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇത് ശരശയ്യ. ആരാണ് എഴുതിയത്? തോപ്പിൽ ഭാസി. ആരാണ് പാട്ടബാക്കി എഴുതിയത്? കെ ദാമോദരൻ. ആരാണ് കൂട്ടുകൃഷി എഴുതിയത്? ഇടശ്ശേരി. ആരാണ് അവനവൻ കടമ്പ, ദൈവത്താർ എന്നീ നാടകങ്ങൾ എഴുതിയിരിക്കുന്നത്? കാവാലമാണ് അല്ലെ. കാവാല നാരായണ പണിക്കരുടെ രണ്ട് പ്രധാനപ്പെട്ട തനത് നാടക സങ്കല്പത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നാടകങ്ങളാണ് ഇതെന്ന് പറയുന്നത് ദൈവത്താറും അവനവൻ കടമ്പയും. അപ്പൊ നേരത്തെ നമ്മള് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി പറഞ്ഞിട്ട് നമ്മൾ നേരെ എവിടത്തേക്ക് പോയി? അശ്വമേധത്തിലേക്ക്, മൂന്നാമത്തെ ഓപ്ഷനിലേക്കാണ് എത്തിയത്. അതിന്റെ ഇടയിൽ അവനവൻ കടമ്പയും ദൈവത്താറും പറയാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഓർത്ത് വെക്കുക, അവനവൻ കടമ്പ, ദൈവത്താർ എന്നീ നാടകങ്ങൾ ആരാണ് രചിച്ചിരിക്കുന്നത്? അത് രചിച്ചിരിക്കുന്നത് കാവാലമാണ്. മറന്നു പോകരുത്. അത് അവനവൻ കടമ്പയുടെ രണ്ടാം ഭാഗമല്ല, ദൈവത്താർ എന്ന് പറയുന്ന നാടകം. നമ്മള് കൃത്യമായും ഇത്രയും നാടകങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇനി ഒന്ന് രണ്ട് നാടകങ്ങളുടെ പേരുകൾ കൂടി ഞാനിന്ന് സൂചിപ്പിക്കാം. പ്രധാനപ്പെട്ട നാടകങ്ങളുടെ ഒന്ന് രണ്ട് നാടകങ്ങളുടെ പേര് ഈ ഇടശ്ശേരിയെ കുറിച്ച് പറയുമ്പോൾ, അതേപോലെ തന്നെ പ്രശസ്തരായിട്ടുള്ള കഥാകൃത്തുക്കളുടെ, നോവലിസ്റ്റുകളുടെ ഒക്കെ പിന്നെ നാടകങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാരുടെ ഒന്ന്. നമ്മളൊന്ന് എന്നുള്ള നാടകം രചിച്ചിരിക്കുന്നത് ചെറുകാടാണ്. ചെറുകാട് ഗോവിന്ദപിഷാരടിയുടെ നാടകമാണ് നമ്മളൊന്ന് എന്ന് പറയുന്നത്. മുന്നോട്ട് എന്ന് പറയുന്ന നാടകം കേശവദേവിന്റേതാണ്. കേശവദേവ് രചിച്ചതാണ് മുന്നോട്ട് എന്ന് പറയുന്ന നാടകം. മുന്നോട്ട് കേശവദേവ്. നമ്മളൊന്ന് ചെറുകാട്. തകഴിയുടെ തോറ്റില്ല. തകഴി ശിവശങ്കരപിള്ളയുടെ തോറ്റില്ല എന്ന് പറയുന്ന നാടകം. അതുപോലെ തന്നെ ജേതാക്കൾ എന്നുള്ള നാടകം രചിച്ചിരിക്കുന്നത് ആരാണ്? ജേതാക്കൾ എന്നുള്ള നാടകം രചിച്ചിരിക്കുന്നത് ആരാണ്? പൊൻകുന്നം വർക്കി. പൊൻകുന്നം വർക്കിയുടെ നാടകമാണ് ജേതാക്കൾ. ഒന്നുകൂടി ഓർക്കുക, കൂട്ടുകൃഷി ഇടശ്ശേരി, ജേതാക്കൾ പൊൻകുന്നം വർക്കി, അതേപോലെ തകഴിയുടെ തോറ്റില്ല, നമ്മളൊന്ന് ചെറുകാട്, മുന്നോട്ട് കേശവദേവ്. അപ്പൊ നാടകത്തെ കുറിച്ച് ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു 3 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ആ ചോദ്യങ്ങൾ മാത്രമല്ല, ആ ചോദ്യങ്ങളുടെ അനുബന്ധമായിട്ട് വരുന്ന മറ്റു കാര്യങ്ങളും കൂടി നമ്മൾ വളരെ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് പഠിക്കുക, ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പരീക്ഷയെ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യും, ഏറ്റവും നല്ല വിജയത്തിൽ എത്തും എന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.